ഒരിക്കലും ഒരു വഹാബിക്ക് ആരിഫാൻ കഴിയില്ല. മാരിഫത്തവർക്ക് കിട്ടുകയില്ല, ഒരിക്കലും കിട്ടൂല, ഒരിക്കലും ഇമ്പോസിബിൾ. ലോകത്തെ എത്ര ഔലിയാക്കന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ അഹ്ലു സുന്നത്തുൽ ജമാഅയിൽ ഒരൊറ്റ ആളപ്പുറത്തില്ലല്ലോ. എന്താ കാരണം? എത്ര ആള്, എത്ര 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 എത്ര. നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യം ഇവിടെ ബാക്കി കിടക്കണ്ടല്ലോ. ഇന്ന് ഇപ്പോഴും മരിച്ചു തീരാത്ത 10,000-കണക്കിന് ആളുകൾക്ക് CM രോഗം മാറ്റിയിട്ടുണ്ട്. 993 CM വഫാത്തായിട്ടുണ്ട്. ഇപ്പം എത്ര കൊല്ലായി? 31 കൊല്ലായി. CM വഫാത്തായിട്ട് 31 കൊല്ലായി. ഇന്ന് ജീവിച്ചിരിക്കുന്ന 10,000-കണക്കായ ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് CM രോഗം മാറ്റി. എന്താ ചെയ്യുക? ആ രോഗം ഇനി വേണ്ട, ആ രോഗം ഇനി വേണ്ട, പിന്നെ ആ രോഗം ഉണ്ടാവില്ല. എൻ്റെ താത്തണ്ട്, എനിക്കുദാഹരണം. എൻ്റെ താത്ത രാവും പകലും തലവേദന, വാപ്പ കൊണ്ടുപോയി ആ രോഗം വേണ്ടാറ്. തല വെട്ടിപ്പൊളിക്കണം തലവേദന, ആശുപത്രിയും തീർന്നില്ല. അപ്പോൾ വാപ്പ പറഞ്ഞു അത് ഭയങ്കര വേദനയാണ്, ഓപ്പറേഷൻ ചെയ്യുന്നൊക്കെ ഡോക്ടർ 3-ാമത്തെ വട്ടം പറഞ്ഞു അത് വേണ്ടാന്നല്ലേ പറഞ്ഞത്, ഇനി വേണ്ട. അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, അന്ന് മുതൽ ഇന്ന് വരെ ഇല്ല. അങ്ങനെ എത്ര എത്ര എത്ര. നമ്മളെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരാളുണ്ട്, വയസ്സായിട്ടുണ്ട് ഇപ്പോൾ. അയാൾ പറഞ്ഞു ചെറുപ്പകാലത്ത് എനിക്ക് എപ്പോഴും ഛർദ്ദിക്കും, എന്താ വെച്ചാൽ ഛർദ്ദിക്കും. അങ്ങനെ ഞങ്ങളെ വീട്ടു പഠിക്കലൂടെ CM 2 ഖാദിമീങ്ങളും നടന്നു പോകണം. ഉമ്മ കണ്ടപ്പോൾ ഉമ്മ എന്നെ പറഞ്ഞയച്ചു. പരിയിൽ ആണുങ്ങൾ വേറെയില്ല. ഉമ്മ എന്നെ പറഞ്ഞയച്ചു. ഓടി ചെന്നിട്ട് ഇവരോട് എനിക്ക് എപ്പോഴും ഛർദ്ദിയാണെന്ന് പറഞ്ഞ ആളാണ്. അപ്പം അങ്ങനെ ഓടി വന്ന് ചെറിയ കുട്ടി ഓടി വന്ന് CM-നോട് പറഞ്ഞു എനിക്ക് പാപ്പേ പിന്നെ എപ്പോഴും ഛർദ്ദിയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നാപ്പ് എടീന്നൊരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വാങ്ങിക്കോറും. ആ പെരീന്ന് ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വാങ്ങിക്കോറും. വെള്ളം വാങ്ങി വെള്ളം നിറച്ച കിണ്ടി CM വാങ്ങി കയ്യിൽ നിന്ന് കുട്ടി കൊണ്ടേ കൊടുത്ത് CM അത് വാങ്ങിയിട്ട് CM ഈ കുട്ടിയുടെ കൈ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. കൈ ഇങ്ങനെ പിടിക്കാറും, വായൊന്ന് കൊപ്പിളിച്ചാളാറും. വായു ഒപ്പിളിച്ചു, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു, ഒന്നും കൂടി കൊപ്പിളിച്ചു, ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തു. 3 വട്ടം വായ കൊപ്പിളിക്കാൻ പറഞ്ഞു. കൊപ്പിളിച്ചു. ഇനി ഉണ്ടാവില്ല കേട്ടോ, പോയിക്കോളിന്ന് പറഞ്ഞു. കുട്ടീനെ പറഞ്ഞയച്ചു. ഇന്നവരുണ്ടായിട്ടില്ല. ഛർദി എന്ത് കഴിച്ചാലും എനിക്ക് ഛർദിയാണ് എന്ന് പറഞ്ഞപ്പോൾ CM-ന്റെ മരുന്നാണ് എന്ത്? വായു പിടിക്കുക. അതിൻ്റെ മായന എന്താ? ഞാൻ മായന അറിയും. ഒരാൾ ഛർദിച്ചാൽ പിന്നെന്താ ചെയ്യുക? ഛർദി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്താ മനസ്സിലാക്കട്ടെ. ഛർദി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബസ്സിനോ മറ്റോ പോയപ്പോൾ നമുക്ക് ഛർദി ഉണ്ടായി. ഛർദി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? വായു പിടിക്കും. അതാണ് പറഞ്ഞേ. 3 വട്ടം വായന പിടിച്ചു, ഇനി ഉണ്ടാവില്ല, പിന്നെ ഉണ്ടായിട്ടില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ അനുഭവ സാക്ഷ്യം, സത്യല്ലേ? നിങ്ങളിതില്ല എന്നാണ് പറഞ്ഞ നടക്കുമോ? അതാ ഇങ്ങനെ ഒരാളെ നിങ്ങൾ മറുവശത്ത് കാണിച്ചേരി. ഒരു മുജാഹിദോ ജമാഅത്തോ നിങ്ങൾ ഒരു മാന്യമായി സംസാരിക്കുക. ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ. പേ പിടിച്ച് ഇളകിയ മനുഷ്യന് വെള്ളം ഊതി കൊടുത്തിട്ട് മാറ്റിയില്ലേ ബഹുമാനപ്പെട്ട PMS പൊക്കോയത്തങ്ങൾ. ഒക്കെ ചരിത്രമല്ലേ? നിങ്ങൾ എന്താ അപ്പുറത്ത് വേറെ ആളെ കാണാത്തത്? കാരണം ഇവർക്ക് അത്രയും മെഹബൂബാണ് ഹബീബ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിന്റെ പ്രകാശനം കാണണമൊക്കെ. അല്ലാതെ ഒരു നിസ്കാരം നോമ്പൊക്കെ എല്ലാവർക്കും കണക്കല്ലേ? താടിയും കുപ്പായൊക്കെ എല്ലാവർക്കും കണക്കല്ലേ? ഈ മനുഷ്യന്മാർക്ക് അള്ളാഹിന്റെ ഹബീബിനോട് അത്ര ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര സംഭവങ്ങൾ ഇത് നിഷേധിക്കണം. എങ്ങനെ എത്ര സംഭവങ്ങൾ ബഹുമാനപ്പെട്ട മൻബർ തങ്ങൾ പാപ്പാനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മമ്പർത്ത് സയ്യിദ് അലവി റളിയല്ലാഹുവിനെ പറ്റി എത്ര ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തി. ഇശ നിസ്കരിച്ചിട്ട് ചൂട്ട് കെട്ടിയിട്ട് എന്താ പറഞ്ഞത്, പിന്നെ എന്താ പറഞ്ഞു, തെങ്ങിൻ്റെ മേലെ കയറി ചൂട്ട് പിന്നാൻ പറഞ്ഞു. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നാട്ടുകാർ വരിക. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ കടലിലകപ്പെട്ടു, കര മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ഒരു ചൂട്ടുമിന്നിനെ ഇത് കണ്ടു, അങ്ങനെ ഞങ്ങൾ കരപ്പറ്റി പോകുന്നതാണ്. ഇത് ചരിത്രത്തിൽ എഴുതിയിട്ടില്ലേ? അങ്ങനെ എത്ര സംഭവം.
മമ്പർത്തങ്ങളൊക്കെ എത്ര സംഭവങ്ങളാണ്. ഇങ്ങനെ ഒരാളെന്താ അപ്പുറത്ത് കാണാത്ത? നിങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ട ഇന്നത്തെ കാലത്ത് ഇപ്പം അതിനൊക്കെ നമ്മൾ നിഷേധിക്കും. അത് അങ്ങനെയല്ല, അത് ഓവറാണ്, അത് മറ്റേതാണ്, അത് മറിച്ചതാണ്. സുന്നിയൊക്കെ നടക്കൂല. സുന്നിയൊക്കെ ഇനി നിഷേധിക്കാതെ നടക്കൂല. സുന്നിയൊക്കെ സംഘടന പിരിച്ചുകൊണ്ട് നടക്കുള്ളൂ. എന്തുകൊണ്ട്? മൊയ്തീൻ മാല, റിഫായി മാല പോലത്തെ ഒക്കെ സമസ്ത അംഗീകരിച്ച അതൊക്കെ ഇവിടെ നിരാക്ഷേപം നടന്നു വരുന്നതാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയതെന്ന് സമസ്ത അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിനെങ്ങനെ തള്ളുക? ഒന്നും പറയണ്ട. മൊയ്തീൻ മാല ഉണ്ടായാൽ തന്നെ സുന്നികളെ കഥ കഴിയും. കാരണം ഇന്നത്തെ സുന്നികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത കറാമത്താണ് എന്തിൽ പറയുന്നത്? മൊയ്തീൻ മാലയിൽ. എങ്ങനെ സുന്നികൾ തള്ളുക? നിങ്ങൾ സി എം ഒക്കെ കൊടുക്കട്ടെ, നമ്മൾ മൊയ്തീൻ ഷേഖിനെ എടുക്കുക. മൊയ്തീൻ മാല അംഗീകരിക്കാൻ വേണ്ടി നാട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയുടെ പേരാണ് സമസ്ത. മൊയ്തീൻ മാല, റിഫായ് മാല പോലെയുള്ള മാലകൾ, മൗലിദുകൾ, ഹദ്ദാദുകൾ, റാത്തിബുകൾ പോലുള്ളതിനെ നിഷേധിക്കാൻ തുടങ്ങി ഇവിടെ വഹാബികൾ വന്നപ്പോൾ. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത്? അത് സ്കൂൾ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. അല്ലെങ്കിൽ സ്കൂളൊക്കെ ഉണ്ടാക്കിക്കാൻ പിന്നെയും 10-30 കഴിഞ്ഞെങ്കിൽ മദ്രസ ഉണ്ടാക്കിയപ്പോഴത്തേന് 926 സമസ്ത ഉണ്ടാക്കിയത്. മദ്രസ വരുമ്പോൾ 950. അപ്പോൾ 10-25 കൊല്ലം പിന്നെയും കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാണ് മദ്രസ. അപ്പം മദ്രസ ഒക്കെ ഉണ്ടാക്കുന്ന സംഘടനയല്ല സമസ്ത. സമസ്ത മൊയ്തീൻ മാല നിലനിർത്താൻ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ നിഷേധിക്കാം? എന്തൊക്കെ 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 എന്തൊക്കെയാണ് അതിൽ പറയുന്ന കറാമത്തുകൾ. അപ്പൊ ഈ കറാമത്തുകൾ ഇവരിൽ എങ്ങനെയാണ് കയറിയത്? അവർക്ക് ബന്ധമുണ്ട് ആരോട്? നൂറു നബിയിൽ മുസ്തഫ, ഹബീബാ നബിയുടെ പ്രകാശത്തോട്. അല്ല, നിസ്കാരമൊക്കെ കണക്കന്നല്ലേ? ചിലപ്പോൾ മുബത്തതി ആയിരിക്കും കൂടുതൽ നിസ്കരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. മുബത്തദീങ്ങൾക്കായിരിക്കും വലിയ താടി, മുബത്തദീങ്ങൾക്കായിരിക്കും വലിയ നീളം കുപ്പായം. ചിന്തിക്ക്. മുബത്തദീങ്ങൾക്കായിരിക്കും വലിയ സുന്നത്തിസ്കാരം. ഒരു ദിവസം ഒഴിവാകാതെ തന്നെ സുന്നത്ത് സുന്നത്ത് സുന്നത്ത്. കൂലി കിട്ടൂലേ? കൂലി കിട്ടും, മരിഫത്ത് കിട്ടൂല. മരിഫത്ത് കിട്ടണമെങ്കിൽ ഹബീബാ റസൂലുള്ളാഹി എന്നാണ്. നീ കൂലി കിട്ടുമല്ലേ? എനിക്കവിടെ അറിയില്ല. കൂലി കൊടുക്കുന്ന ആൾ ഞാനല്ലല്ലോ. ബഹുമാനം ഹബീബാ. നിങ്ങൾ ചിന്തിക്ക്, ഖവാരിജിന്റെ അത്ര സുന്നത്ത് സ്കെച്ചോരില്ല, ഖവാരിജിന്റെ അത്ര ഖുർആൻ ഓതിയോരില്ല. എന്നിട്ട് അവരെ അല്ലാഹു തആല ലാ യഖ്ബലുല്ലാഹു മിന്നും, ഒന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. അവരത്ര ഖുർആൻ ഓതിയ ജനതല്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നിഷേധിച്ചു. അത് അലി ഇബ്നു അബീ ത്വാലിബാണ് റളിയല്ലാഹു അൻഹു. അല്ലാതെ അവരൊന്നും നിശ്ചയിച്ചിട്ടില്ല. അവർ നീണ്ട താടിക്കാരാണ്, നീളക്കുപ്പായക്കാരാണ്, സുന്നത്സ്കാരം, യുദ്ധം ചെയ്യുമ്പോൾ ഖുർആൻ ഓതും. അല്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. യുദ്ധം ചെയ്യുമ്പോഴും മുഹമ്മദ് റാഫിന്റെ പാട്ടിടുകയല്ല. അപ്പോഴും എന്താ ചെയ്യുക? പറയടോ, വാങ്ങേത്തോലും എന്ത് ചെയ്യും? ഖുർആനോടും. അങ്ങനത്തെ ജനതയാണ് ഖവാരിജ്. ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല. അല്ലാഹു ഒന്നും അവരിൽ നിന്ന് സ്വീകരിക്കൂല. ആരിൽ നിന്ന്? ഖവാരിജിൽ നിന്ന്. അവരത്ര ഖുർആൻ ഓതിയോരില്ല, അവരത്ര സുന്നത്ത് സ്കെച്ചോരില്ല, അവരത്തെ പോലത്തെ താടിക്കാരില്ല. എന്റെ അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ അവർ നിഷേധിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അലി ഇബ്നു അബീ ത്വാലിബാണ്. കാരണം റസൂലുള്ളാഹിന്റെ കരളാണ് അലി ഇബ്നു അബീ ത്വാലിബ്. പെരിയെ കൊണ്ട് 10ാമത്തെ വയസ്സിൽ വളർത്തിയതാ, കുട്ടിപ്രായത്തിൽ വളർത്തിയതാ. ഖദീജ ബി പോറ്റി വളർത്തിയതാ, റസൂലുള്ള പോറ്റി വളർത്തിയതാ. ബാപ്പാക്ക് വിഷമവും ദാരിദ്ര്യം വന്നു. ആർക്ക്? അബൂ ത്വാലിബിന്. അപ്പോൾ ചെറിയ കുട്ടിയാണ് ആര്? അലി. അലിനെ ആര് കൊണ്ടുവന്നു? റസൂലുള്ള കൊണ്ടുവന്നു. ഒരു മകനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി. കാരണം അബൂ ത്വാലിബ് എന്നവർക്ക് ദാരിദ്ര്യ. ഒരു മകനെ അബ്ബാസ് തങ്ങൾ കൊണ്ടുപോയി. ഒരു മകനെ റസൂലുള്ള കൊണ്ടുവന്നു. കാരണം മുത്താപ്പാക്ക് ഒരു ലഘൂകരണം. പെരയിൽ കുറെ മക്കളും ദാരിദ്ര്യവും. അവങ്ങൾ മക്കയിൽ വലിയ നേതാവുമാണ്, പക്ഷെ കൈ പൈസ അല്ല. ആര്? അബൂ ത്വാലിബ് എന്നവർക്ക്. അപ്പൊ അത് റസൂലുള്ള ലഘൂകരിച്ചു, അബ്ബാസ് എന്നവരും. അങ്ങനെ റസൂലുള്ള കുട്ടിക്കാലത്തിൽ വളർത്തി റസൂലുള്ളാഹിന്റെ കരള് പോലത്തെ ആളാണ് ആര്? സയ്യിദുനാ അലി. അത് അത്രയും വലിയ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ് അലി റളിയല്ലാഹു അൻഹു. പറയും കുട്ടികളെ, എന്തുകൊണ്ട്? ഖൈബറിന്റെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സുബൈ നിസ്കരിച്ചിട്ട് പറയാണ്, തലേന്ന് പറയാണ്, ഖൈബറിൽ യുദ്ധം ചെയ്ത് തീർന്നില്ല, വിഷയം കിട്ട് മുറിയണ്ടേ. കാരണം ആജാതി സുശക്തമായ കോട്ടകളാണ് എവിടെ? ഖൈബറിൽ. ഖൈബർ പൊട്ടിക്കാൻ കഴിയില്ല. അതൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്. നമ്മൾ ഈ പുസ്തകത്തിൽ അല്പം ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഖൈബർ പറഞ്ഞാൽ പൊട്ടിക്കാൻ കഴിയാത്തൊരു ഏരിയയാണത്.
അവിടെ കുടുങ്ങിയിട്ട് പോകാൻ. കാരണം ഉള്ള ശല്യം മുഴുവൻ ഇവരുണ്ടാക്കും, ദ്രോഹം, ശല്യം. അവസാനം അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി ചെന്നിട്ട് പരിഹരിക്കാൻ കഴിയില്ല. ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാളെ ഞാൻ നേരെ വിട്ടാൽ ഒരാളെ കയ്യിൽ കൊടി കൊടുക്കും, യുഫ്തഹ് ബിഹി, ആ മനുഷ്യനെ കൊണ്ട് ഖൈബർ ഫതഹാവും. യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹു റസൂലിനും ആ ആളെ ഇഷ്ടമാണ്. വേഗം പോയി കിടന്നുറങ്ങിക്കൂടി, നാളെ സുബഹി നിസ്കരിച്ചിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ആഗ്രഹിക്കണം, ലൈതഹു അന, ആ പറഞ്ഞ ആള് ഞാനായിരുന്നെങ്കിൽ. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കരിച്ചു, ഖൈബറിന്റെ യുദ്ധവേള സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞു. ഫതഅറദ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയിലേക്ക് ഒന്ന് വിളിവായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ലൈതഹു അന, ആ പറഞ്ഞ ആള് ഞാനായിരുന്നെങ്കിൽ. ഞാൻ ഒന്നാൾ മുന്നേക്ക് കയറിയിരുന്നു. വിളിക്കണമെങ്കിൽ ഞാനില്ലാന്ന് ഞാൻ ആരെയും വേറെ വിളിക്കണ്ട, ഞാൻ ജമാഅത്തിലുണ്ട്. സുബൈ ജമാഅത്തിന് ഇത്തക്കളാണ്, സുബൈന്റെ ജമാഅത്തിന് ഞാനുണ്ട്. അപ്പൊ നീ നബിക്ക് ഉമറിനെ കാണാനില്ല, നീ മറ്റവനെ വിളിക്കട്ടെ എന്ന് നബി വിചാരിക്കണ്ട. ഞാൻ ജമാഅത്തിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ സ്വപ്ന ലേശം എന്തായി ഒന്നാണ് മുന്തിയിരുന്നു. എന്തിന്? നബി നേരെ എന്നോട് നോക്കണം. ഞാൻ നബിക്ക് അഭിമുഖമായി വൃത്തിയായി റസൂലുള്ളാഹി വലത്തേക്ക് ഇങ്ങനെ തിരിയുമ്പോൾ ഞാൻ വലത്തുണ്ട്. സുബൈന്റെ ഔറാദൊക്കെ കഴിഞ്ഞു. അയിന അലി റളിയല്ലാഹു ആ ജമാഅത്തിലില്ല. കണ്ണ് സോക്കട് പിടിപെട്ടിട്ട് കണ്ണുക്ക് ചോരിറങ്ങിയിട്ട് തമ്പിൽ കിടക്കണം. തമ്പെന്നാ സുബഹിസ്കരിച്ച്. ആ ജമാഅത്തിൽ ആരില്ല, അലിയുള്ളവനില്ല. അതിന അലിയോട് ചോദിച്ചു, അലിക്ക് സുഖമില്ലായിരുന്നു കൊണ്ടിരുന്നു. സുഖമില്ലാണ്ട, സുഖം വേണ്ട, നിങ്ങളാളെ കൊണ്ടിരുന്ന ഒരാളുണ്ട്. ആ ആളെ കയ്യിൽ കൊടിയുടെ കൊടുത്താൽ ഖൈബറാൻ ഫതഹാവും, നമുക്ക് തിരിച്ച് മദീനയിലേക്ക് പോകാം. ആ ആളെ കൊണ്ട് ഖൈബർ ഫതഹാവും. ആ ആളെ പ്രത്യേകം എന്താ? യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ ആളെ ഇഷ്ടമാണ്. ആ ആളെ എല്ലടോ ഇവർ ശത്രുവാക്കി. പിന്നെ മൂലം എന്ത് രക്ഷപ്പെടാനാ? ആ വാക്കെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ? ആ ആളെ ആർക്കിഷ്ടാണ്? അള്ളാഹുവിനും റസൂലിനും ആ ആളെ ഇഷ്ടം. ആളുകൾ പോയി താങ്ങി പിടിച്ച് കൊണ്ടുവന്നപ്പോൾ കണ്ണിക്ക് ചോരിറങ്ങിയിട്ട് കണ്ണാണാൻ കഴിയാത്ത പോലെ ഇതിലിരിക്കുകയാണ്. ആര്? അറിയാലോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫാദഖല സബ്ബാബതഹു ഇലാ റിയഖിഹി ശരീഫ, ഷറഫാക്കപ്പെട്ട ഉമിനീരെടുത്തിട്ട് ഹബീബ മസഹബിഹാ അതിനെ രണ്ട് കണ്ണും തടവി. അതോടുകൂടെ കണ്ണ് സോക്കർ മാറി കൂട്ടിയാണ് കൊടുത്തു. ഖൈബറുൻ ഫതഹായി. ഏറ്റവും പ്രയാസമുള്ള ഇസ്ലാമിലെ യുദ്ധം ഖൈബറ. ഭയങ്കര. ഇത് അവസാന ഘട്ടത്തിലുമാണ്. അത് അവസാനിച്ചിട്ടുമില്ല. ഇനി അത് അവസാനിപ്പിക്കൽ അലി റളിയല്ലാഹുവിന്റെ പേരെ കുട്ടിയ മഹദിമാമ. അത് അവസാനിക്കൂല. ഖൈബർ അവസാനിക്കാത്തതാണ്. ഖൈബർ അവസാനിക്കാത്തൊരു സംഭവമാണ്. എന്തുകൊണ്ട്? ആ ശത്രുത നിന്നും ബാക്കിയാണ്. അതൊക്കെ വലിയ, അതിൻ്റെ പിന്നിലൊക്കെ വലിയ വലിയ ചരിത്ര സംഭവങ്ങളുണ്ട്. ഏതായാലും ഞാൻ പറയട്ടെ, ഈ ആളെ പറ്റി അവിടെ അള്ളാഹിന്റെ ഹബീബ് എന്താ പറഞ്ഞ്? യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, ആ ആൾക്ക് ആ ആളെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടാണ്. പിന്നെ നീണ്ട താടി വെച്ചിട്ട് ഈ നീളം കുപ്പായം താടിയും തലീക്കെട്ടും കെട്ടിയാണ് പോലെ ആർക്കെതിരായി? ആർക്കെതിരായി? ഈ അലി റളിയല്ലാഹുവിനെതിരായി. ആര്? ഖവാരിജ്. ഖവാരിജ് പറഞ്ഞാൽ ആരാ? അവസാന കാലത്ത് അലി റളിയല്ലാഹുവിനെതിരെ പുറപ്പെട്ട സംഘം, അതാ ഖവാരിജ്. ഖറജ പുറപ്പെട്ടു, ഖാരിജ് പുറപ്പെട്ടവൻ, ഖവാരിജ് പുറപ്പെട്ടവർ. ആർക്കെതിരെ? അലിക്കെതിരെ. അലിക്കെതിരെ പുറപ്പെട്ട സംഘമാണ് ആര്? ഖവാരിജ്. ലാ യഖ്ബലുല്ലാഹു മിൻഹും. ഒരിക്കലും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ് ആ തടിയിലുള്ളത്. അതിനെതിരാകാൻ പറ്റൂലല്ലോ. അതന്നെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അതൊക്കെ തല കൊടുത്ത് ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരെ കുട്ടികൾ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരെ കുട്ടികൾക്ക് നമ്മൾ എതിരാകാൻ പാടില്ലല്ലോ. ഒരിക്കലും എതിരാവില്ല. ലോകാവസാനം വരെ ലോകത്താരെതിരാണെങ്കിലും റഹ്മത്തുള്ളതിനാവില്ല. എന്തുകൊണ്ട്? ഓർക്കെതിരായ എന്ത് ദീനാണ്? വീക്ഷണഗതിയിൽ വ്യത്യാസം ഉണ്ടാവും.
ആരോഗ്യകരമായ വിമർശനങ്ങൾ നടത്തും. പക്ഷേ ഓലി നമ്മളെ കരളിൻ്റെ കഷ്ണമാണ്. അത് വേറെ വിഷയം. ആരോഗ്യകരമായ വിമർശനം നടത്തിയിട്ടില്ലെങ്കിൽ സമൂഹം നശിച്ചു. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത്ര അല്ലാതെ ആ കുട്ടികളെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണിൻ്റെ മണൽത്തരിക്ക് നമുക്ക് വരില്ല. കാരണം ഓനെ വലിയ മുസ്തഫ നബിയല്ലേ, നമ്മളെ വലിയ പാര. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നല്ല പോലെ ചിന്തിക്കണം, നല്ലപോലെ ചിന്തിക്കണം. ഇന്ന് പല അഹ്ലു ബൈത്തിനെയും വേദിയിൽ കയറ്റിയിട്ട് ചാക്കിലാക്കാൻ നടക്കുന്ന വഹാബികൾക്ക് ഈ അഹ്ലു ബൈത്തിനെ പറ്റി ഒരു വിശ്വാസമില്ല. ഒരു ചതിക്കുക. ആരെ ചതിക്കണം? അള്ളാഹിനെയും റസൂലിനെയും ചതിക്കുക. കാരണം ഈ അഹ്ലു ബൈത്തിന് ബർക്കത്തിനൊന്നും ഒരു വിശ്വാസമില്ല. സമുന്നതനായ ഒരു മലബാറിലെ സമുന്നതനായ വ്യക്തിക്ക് പൂക്കോയത്തങ്ങൾ പാപ്പ കാറിലിരുന്ന് 10 റുപ്യാണോന്ന് എനിക്ക് ഓർമ്മയില്ല, 100 റുപ്യാണോന്ന് എനിക്ക് ഓർമ്മയില്ല, കൊടുത്തപ്പോൾ അയാൾ വാങ്ങിയില്ല. അപ്പോൾ അഹമ്മദാജി, പാണക്കാട്ട് അഹമ്മദാജി എന്ന ആളുണ്ടായിരുന്നല്ലോ, വഫാത്തായിപ്പോയി. അഹമ്മദാജി പറഞ്ഞു, വാങ്ങിയൊക്കെ കുട്ടിയെ, ഞങ്ങൾക്കൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്, നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ല. എന്തുകൊണ്ട്? ഈ വ്യക്തി വഹാബിയാണ്. ഈ കുട്ടിക്ക് ബർക്കത്തിൽ വിശ്വാസമില്ല. പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പത്രക്കാരോട് പറഞ്ഞു, പത്രക്കാർ റിപ്പോർട്ടും ചെയ്തു. അന്നില്ലാത്ത ബർക്കത്തിന് ഇന്ന് വിശ്വാസം ഉണ്ടാവും. ഞാനവരെ കുറ്റം പറയല്ല, ഒരു വിശ്വാസം അങ്ങനെയാണ്. അത് അവരെ വിശ്വാസം വേറെ വീക്ഷണമാണ്. പക്ഷെ നമ്മളത് അങ്ങനെയല്ല. നമ്മളവരെ വിമർശിക്കുമ്പോൾ പോലും, ആരോഗ്യകരമായ വിമർശനങ്ങൾ നടത്തുമ്പോൾ പോലും നമുക്കവരെ ബർക്കത്തിൽ വിശ്വാസമുണ്ട്, അവരെ മഹത്വത്തിൽ വിശ്വാസമുണ്ട്. അവർ നന്നായിട്ടില്ലെങ്കിൽ ഉമ്മത്തിന് ഒരു രക്ഷയില്ല. ഈ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ നശിച്ചാലും ഒരു പ്രശ്നമില്ല, അഹ്ലു ബൈത്ത് നാശായാൽ ഉമ്മത്തിന് നന്നാൻ കഴിയില്ല. അതാണ് വേദന. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? പോത്തിന് കൊടുക്കുന്ന കാടി നാശായിനിപ്പോൾ നമുക്ക് വല്ല വേദനയുണ്ടോ? എന്തുകൊണ്ട്? നാശായതല്ലേ കാടിയാക്കുക. അതേ സമയത്ത് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ കളർ വ്യത്യാസം വന്നാലോ? കൊങ്ങിയില്ലേ? കാരണം അതുണ്ടായതുകൊണ്ടല്ലേ നമ്മൾ ചെളിയായത്. മനസ്സിലായി? നമ്മൾ എന്തുകൊണ്ടാണ് ചെളിയായത്? മേലെ ചെളിയായത് എന്താ? കിണറ്റിൽ എന്തുണ്ട്? ശുദ്ധമായ വെള്ളം ഉള്ളതുകൊണ്ടല്ലടോ നമ്മൾ ചെളിയായത്. പോത്തിന് കൊടുക്കുന്ന കാടി കളർ വ്യത്യാസം വന്നിരിക്കണെങ്കിൽ നമുക്ക് എന്താ? ഇന്നലെ വൈകുന്നേരത്തേക്കാൾ ഒന്നും കൂടി പുളിച്ചിട്ടുണ്ട് നേരെ വിളിച്ചപ്പോഴുന്ന കാടി. അപ്പൊ അത്രയും നല്ലത്, അതിന്റെ ആരോഗ്യം കൂടി പോത്തിനുണ്ടാവും. ഇവിടെ ഈ ഭൂലോകത്തെ മനുഷ്യന്മാര് മുഴുവൻ നാശായാലും ഉമ്മത്തിനൊന്നും വരാൻ പോണില്ല. ആര് ബാക്കിയായാൽ മതി? പറയാ കുട്ടി, അഹ്ലു ബൈത്ത് ശുദ്ധമായി ബാക്കിയാണോ? ഉണ്ടായാ പോരാ. അവരെ ചതിക്കരുത്. ആര് ചതിക്കരുത്? വഹാബികൾ ചതിക്കുന്നതിന് ആ സാധുക്കൾ വിധേയരായി പോവും. അവർ പാവങ്ങളാണ്. ഇനി അവര് ശുദ്ധ മനസ്സാണ്. അവരെ ചതിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഏത് വഹാബിക്കും അവരെ ചതിക്കാൻ കഴിയും. എന്തുകൊണ്ട്? എന്നെ ചതിക്കാൻ കഴിയില്ല. ഇജ്ജ് ബളവനാണ്. അച്ഛങ്ങൾ ബളവന്മാരല്ല. അച്ഛങ്ങൾ ആരാണ്? സാദാ സീത മനസ്സാണ്. ഞങ്ങളോട് നുണ പറയില്ല എന്ന് അച്ഛങ്ങൾ വിചാരിക്കാണ്. സത്യല്ലേ? അവർ സാദാ സീത മനുഷ്യന്മാരാണ്. നേരെ നേരെപ്പോ അത്രേ ഉള്ളൂ. ആ കുട്ടികൾ നശിക്കാൻ പറ്റൂല. നശിക്കുമ്പോൾ നമുക്ക് ചെറിയ വേദനയല്ല അത്. അതാണ് പറയണത്. അതേ സമയത്ത് അവരെ കാര്യങ്ങൾ തല്ലിവെക്കും. എന്തുകൊണ്ട്? നമ്മൾ 1000 കൊല്ലം നിസ്കരിക്കലും അവരെ കാലിൻ്റെ അടിയിലെ മണ്ണ് നോക്കിയാൽ അതിനെ വില. നമ്മളെ നിസ്കാരത്തിനല്ല. ഒരു സുഖം വരെ കുട്ടികളല്ല. അതൊക്കെ മനസ്സിലാക്കണം. ഒക്കെ ചിന്തിക്കണം. ഇതെല്ലാം ചിന്തിക്കണം. ഇന്നവരെ ഏറ്റിക്കൊണ്ട് നടക്കാൻ വേണ്ടി നടക്കുന്ന ഓരോ ബുക്കും കൊണ്ട് ഓരോരുത്ത് പോയിട്ട് പ്രകാശനം ചെയ്യിപ്പിക്കുന്നവർക്ക് ഇവരെ ബറക്കത്തിൽ ഒരു വിശ്വാസമില്ല. പകരം എങ്ങനെങ്കിലും സൊസൈറ്റി ഇവരോട് എതിരായെങ്കിൽ എന്നാണ് ഒരാഗ്രഹം. കുത്തിത്തിരിപ്പുണ്ടായാലും തൽക്കാലം സമുദായത്തിൽ പ്രശ്നം ഉണ്ടാവും. അതല്ലേ ആഗ്രഹം? അത് മാത്രം ആഗ്രഹം, ഒന്നും ആഗ്രഹമില്ല. ഒരു വഹാബിക്കോ ജമാഅത്തിനോ തെബലീഗിനോ തങ്ങന്മാർ നിലനിൽക്കണം ആഗ്രഹമില്ല. സുന്നികൾക്കോ അല്ല. മക്കൾ മരിച്ചാലും പാടില്ല. ആര് നിലക്കണം? എന്തേ അങ്ങനെ തന്നെയല്ലേ? പറയും കുട്ടികളെ, എൻ്റെ മക്കൾ മരിച്ചാലും വേണ്ടിയില്ല പഠിച്ചോനെ, അവർ നിലക്കണം ആഗ്രഹം. എന്തുകൊണ്ട്? നമ്മളെ മക്കളുണ്ടായിട്ട് ഇവിടെ ഒരു കാര്യമല്ല. അവരുണ്ടായാൽ അള്ളാഹിന്റെ ദീൻ നിലനിൽക്കും. കാരണം അവർ റസൂലുള്ളാഹിന്റെ കുട്ടികളാണ്. അവരെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണിൽ തനിക്ക് നമുക്ക് വിലയില്ല. ഇക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പുറത്തുണ്ട് അവരെ സുഖിപ്പിക്കണം കുറച്ച് കൂട്ടര്. ഞാൻ അതിനുമില്ല. ആ സുഖിപ്പിക്കുന്നവർക്ക് സുഖിപ്പിച്ചിട്ട് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കി കൂട്ടല ഓലെ ആഗ്രഹം, പൈസയും.
നമ്മൾ പുറത്തുനിന്ന് അകത്തുനിന്ന് തല്ലുള്ളതാണ്. എന്തിന്? അവരിവിടെ ശുദ്ധമായി നിലക്കണം, ഇല്ലെങ്കിൽ അടുത്ത അടുത്ത ജനത തകർന്നു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ മക്കളും 100,000 മക്കൾ നമുക്ക് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. മുസ്തഫാനെ പിന്നെ കുട്ടികളുണ്ടാകും. മുസ്തഫായ റസൂലുള്ളാഹിന്റെ കുട്ടികളുണ്ടായാൽ ദീനല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഏതിന്റെ ആധാരം ഹബീബ നബിയാ. ഞാൻ പറഞ്ഞില്ലേ, ഖവാരിജി ഇത്രയേ നരകത്തിലെ നായ്ക്കൾ എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ. അവർ നരകത്തിലെ നായ്ക്കളെന്ന് പറഞ്ഞില്ലേ. നിസ്കരിക്കാത്തോണ്ടാണോ? അല്ല. ഖുർആൻ ഓതാത്തോണ്ടാണോ? അല്ല. പിന്നെ എന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം വഹിക്കുന്ന മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് ആരടോ? ഫാത്തിമ ബിന്റെ ഭർത്താവല്ലേ? അത് ആലോചിക്കണ്ടേ. ഫാത്തിമ ബിബി ആരാ? റസൂലുള്ളാഹിന്റെ നൂറിന്റെ കട്ട. അതൊരു സ്ത്രീയാണ് നിങ്ങൾ വിചാരിക്കണ്ട. ഒരു സാധാരണ സ്ത്രീയല്ല. എൻ്റെ കരളിൻ്റെ കഷ്ണാണെന്ന് അള്ളാഹു റസൂൽ ആരെ പറ്റി പറഞ്ഞു? ഫാത്തിമ ബീവിന്റെ ഭർത്താവല്ലേ? ഫാത്തിമ ബീവിന്റെ ഭർത്താവിനെതിരാകുക. ആ ഫാത്തിമ ബീവിന്റെ ഭർത്താവിനെ നിസ്സാരപ്പെടുത്തിയില്ലേ? ഓരെത്ര നിസ്കരിച്ചൊരു കാര്യമല്ല. നിസ്കാരത്തിന് കൂലിട്ടൊരുക്കും. കിട്ടൂല. അള്ളാഹു ആയാലും. ഇവിടെ വിഷയം എന്താണ്? അള്ളാഹിന്റെ ഹബീബാണ്. നിസ്കാരം നോൽമ്പും വിഷയം തന്നെയല്ല. അള്ളാഹിന്റെ ഹബീബാണ് വിഷയം. അവരെ ഓത്തും നിസ്കാരം അള്ളാഹു തആല സ്വീകരിക്കൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ സഹോദരനെ ഒഴിവാക്കി. റസൂലുള്ളാഹിന്റെ സഹോദരൻ ആരാ? അലി ഇബ്നു അബീ ത്വാലിബ്. അള്ളാഹിനത് കേൾക്കണ്ട. എന്തെങ്കിലും കാര്യമില്ല. അള്ളാഹിനത് കേൾക്കണ്ട. ഓനെപ്പറ്റി റസൂലുള്ളാഹിന്റെ കാലത്ത് ആയത്തിറങ്ങി. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആയത്തിറങ്ങി. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഏതായത്? അൽ കഹ്ഫ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹൽ നുനബ്ബിഉകും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ബിൽ അഖ്സരീന ഏറ്റവും നഷ്ടം പറ്റിയവരെ കുറിച്ച്. അഅമാലൻ ചെയ്ത അമലുകളെല്ലാം അവർക്ക് നഷ്ടം പറ്റി. എന്താ അമലുകൾ? എപ്പോഴും ഖുർആൻ ഓതുക, എപ്പോഴും നിസ്കരിക്കുക, എപ്പോഴും നോമ്പ് വിൽക്കുക, ഇതൊക്കെ അവർക്ക് നഷ്ടം പറ്റി. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ അവിടെ അവരുടെ കഠിനാധ്വാനം ദുനിയാവിൽ തന്നെ പാഴായിപ്പോയി. ഓഹും യഹ്സബൂന അവർ വിചാരിച്ചതോ അന്നഹും യുഹ്സിനൂന സുന്ന അവർ വളരെ നന്മ ചെയ്തവരാണെന്നാണ്. എന്താ ഞാൻ ഇതിനപ്പുറം പറയേണ്ടത്? ഇതാരെപ്പറ്റി ഇറങ്ങിയ ആയത്ത്? ഖവാരിജ്. ഈ ആയത്ത് ഇറങ്ങിയിട്ട് 10-30 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർ ജനിക്കണത്, ഇവരുണ്ടായത്, ഇവർ ഈ സംഘടന പുറത്തിറങ്ങണത്. ഹിജ്റ 35 ഖിലാഫത്ത് ഏറ്റെടുത്തു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 35. മനസ്സിലായി കുട്ടികളെ? ഹിജ്റ 35 ഖിലാഫത്ത് ഏറ്റെടുത്തു ആര്? സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. അക്കാലത്താണ് ആര് പൊട്ടുന്നത്? ഖവാരിജ്. ഹിജ്റ 11 ഹബീബ നബി വഫാത്തായി. ഹിജ്റ 35 അലി റളിയല്ലാഹു അൻഹു അധികാരം ഏൽക്കുന്നത്. എന്നിട്ടുണ്ടായ സംഘടനയാണ് ഏത്? ഖവാരിജ്. ആയത്ത് റസൂലുള്ളാഹി വഫാത്താണിന് മുമ്പ് ഇറങ്ങണല്ലോ. അല്ലെങ്കിൽ എങ്ങനെ ആയത്താകുക? അല്ലേ? അപ്പൊ ഖുർആനിൽ ആയത്തുണ്ട്. അൽ കഹ്ഫ്. അവസാന ഭാഗത്താണ് ആയത്ത്. ഖുർആൻ അവസാന ഭാഗത്താണ് ആയത്ത്. അൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ 103 ആയത്ത്. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. മുസാഫ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കളി ആയത്ത്. ഇപ്പം തന്നെ നോക്കിക്കളി. മുസാഫ് മൊബൈലിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കളി. മൊബൈൽ ഉണ്ടെങ്കിൽ നോക്കിക്കളി. ഭയങ്കരമായിട്ടാണ്. മൊബൈൽ ആയത്തുണ്ടെങ്കിൽ നോക്കി, മൊബൈലിൽ ഖുർആൻ ഉണ്ടെങ്കിൽ നോക്കി, വേഗം നോക്കി. ഞാൻ അതിന് അർത്ഥം വെച്ചുതരാം. അൽ കഹ്ഫ്. ഭയങ്കര സംഭവമാണ്. കണ്ടോ? 103 അല്ലേ? ഖുൽ ഹൽ നുനബ്ബിഉകും
കുൽ കണ്ടില്ലേ ഷറഫു കണ്ടില്ലേ? കുൽ നബിയെ തങ്ങൾ പറയുക, ഹൽ നുനബ്ബിഉക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? കുൽ ഹൽ നുനബ്ബിഉക്കും നിങ്ങൾക്ക് ഞാൻ കണ്ടില്ലേ ആയത്ത് കണ്ടില്ലേ? കുൽ നബിയെ തങ്ങൾ പറയുക, ഇത് നസലത്ത് ഫിൽ മുനാഫിഖീന ബിൽ ഖവാരിജി. ഇത് ആരെ കാര്യത്തിൽ ഇറങ്ങിയതാ? ഖവാരിജി, മുനാഫിഖല്ല ഖവാരിജി. ഈ ആയത്തിറങ്ങുമ്പോ ഇവരില്ല ജനങ്ങളെ. ഇത് ഖുർആന്റെ മുഅ്ജിസത്താണ്. എന്ത്? ഈ ജനത വന്നിട്ടല്ല, ഈ ജനത വരുന്നതിന്റെ എത്ര കൊല്ലം മുമ്പ് ഇങ്ങനെ ജനത വരുന്നുണ്ട് എന്ന് ഖുർആൻ അറിയിച്ചു. ഇത് ഖവാരിജിൽ ഈ ആയത്തിറങ്ങുമ്പോൾ അങ്ങനത്തെ ജനത ലോകത്തില്ല. മനസ്സിലായില്ല? ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അങ്ങനെ ഒരു ജനത ഇല്ല. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞ കാലം അന്നുമില്ല ഈ ആയത്തിലിറങ്ങിയ ജനങ്ങൾ. പിന്നെ ഉമർ ഇബ്നു ഖത്താബിന്റെ പറഞ്ഞ അന്നുമില്ല. പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അന്നുമില്ല. പിന്നെ ഇവര് എന്നാ വരുന്നത്? അലി റളിയല്ലാഹു കാലത്ത്. ഖവാരിജ് എന്നാൽ അലിക്കെതിരെ പുറപ്പെട്ടവർ, അവരാണ് ഖവാരിജ്. കുൽ നബി ആയത്ത് നോക്ക്. കുൽ നബിയെ തങ്ങൾ പറയൂ, ഹൽ നുനബ്ബിഉക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ബിൽ അഖ്സരീന ഏറ്റവും നഷ്ടം പറ്റിയവരെ കുറിച്ച് അമാലൻ അമലുകളാൽ. അൽ അഖ്സരീന പറഞ്ഞാൽ നഷ്ടം പറ്റിയിരുന്നല്ലേ മോനെ? അൽ അഖ്സർ പറഞ്ഞാൽ ഏറ്റവും നഷ്ടം പറ്റിയവൻ. ഇനി അവനേക്കാൾ നഷ്ടം പറ്റിയ ഒരാളില്ല. അതിനാണ് അൽ അഖ്സർ അറിയാം. അഖ്സർ എന്ന വാക്കിൽ അഖ്സർ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ നഷ്ടം പറ്റിയാൽ അഖ്സർ എന്ന് പറയും. അതിന് ഞാൻ അല്ല് കൂട്ടുക. അപ്പോൾ എന്തായി? ഏറ്റവും നഷ്ടപ്പെട്ടവര്, ഓരെക്കാൾ നഷ്ടപ്പെട്ടവരില്ല. കുൽ നബിയെ തങ്ങൾ പറയുക, ഹൽ നുനബ്ബിഉക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ബിൽ അഖ്സരീന ഏറ്റവും നഷ്ടം പറ്റിയവരെ കുറിച്ച് അമാലൻ അമലുകളാൽ. അത്രത്തോളം വരെ അമൽ ചെയ്തു, എന്നിട്ട് ഒരിക്കൽ എന്താ പറ്റിയത്? ഏറ്റവും നഷ്ടം പറ്റി. അമൽ ചെയ്യാതെ അല്ല, അമൽ ചെയ്തിട്ട് നഷ്ടം പറ്റി. രാവും പകലും നിസ്കാരം, രാവും പകലും ഖുർആൻ ഓത്ത്, എല്ലാ പകലും നോമ്പ്, ദിക്റും സ്വലാത്തും അല്ലാത്ത പരിപാടിയില്ല. പിന്നെ അല്ലദീന എങ്ങനത്തെ ആളുകളാണ് അവര്? വല്ല സഅയും അവരുടെ അധ്വാനം പാഴായി പോയി. ഫിൽ ഹയാത്തി ദുനിയ ദുനിയാവിന്റെ ജീവിതത്തിൽ തന്നെ അവരെ അമലുകളുടെ അധ്വാനം, അവർ ചെറിയ അധ്വാനമല്ല. അവരെ പറ്റി അള്ളാഹു അധ്വാനം എന്ന് പറഞ്ഞേ. സഅയ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അധ്വാനം, ഓട്ടം. നിങ്ങൾക്കറിയാലോ, സഫ മർവന്റെ സയ്യാറ ഓടുക എന്നല്ലേ അർത്ഥം. നല്ല സഅയും അവരുടെ അധ്വാനം പാഴായിപ്പോയി. എവിടെ തന്നെ? ഫിൽ ഹയാത്തി ദുനിയ ദുനിയാവി ജീവിതത്തിൽ തന്നെ അവരുടെ അധ്വാനം പാഴായിപ്പോയി. വഹും അവരാകട്ടെ യഹ്സബൂന വിചാരിക്കുന്നത് അന്നഹും അവര് യുഹ്സിനൂന സുൻആ കർമ്മത്താൽ നന്മയുള്ളവരാണെന്നാണ്. അവരൊക്കെ എമ്പാടും നന്മ ചെയ്യുന്നവരാണെന്നാണ് അവര് വിചാരിക്കുന്നത്. വഹും അവർ യഹ്സബൂന വിചാരിക്കുന്നത് അന്നഹും അവര് യുഹ്സിനൂന നന്മ ചെയ്യുകയാണ് സുൻആൻ കർമ്മത്താൽ. അപ്പൊ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നതാണ് അവരെ പറ്റി വിചാരിക്കുന്നത്. നമുക്ക് മനസ്സിൽ പോയാൽ ലോഡ് കണക്കിന് നിസ്കാരം നോമ്പുണ്ടാവുന്നതാണ് ഇവര് വിചാരിക്കുന്നത്. അവരാണ് ശരി, അവരതിന് മാത്രം നിസ്കാരം നോമ്പും. എനിക്ക് ഇവരത്ര നിസ്കാരമല്ല നോമ്പുമില്ല. ഇവര് ഖുർആൻ ഓതാ യുദ്ധത്തിന്. ഇവരെ കാണുന്നോലും വിചാരിക്കുക അല്ലെങ്കിൽ എന്താ അല്ലിയാണ് ഇവർക്കൊക്കെ എത്തിച്ചാക്കാൻ പറ്റും. എന്താ ഓരൊക്കെ ഒത്ത് ഉറപ്പായിട്ട് പെടും. ആ കുട്ടികൾ പെടില്ല, ആ കുട്ടികൾ പറ്റിക്കണോൽ പെടും. നമ്മൾ ഏത് കാലത്ത് ഓരോ കാലിൻ്റെ ചൂട്ടിലാണ്. ഞാൻ അഹ്ലു ബൈത്തിന്റെ കാലിൻ്റെ ചോട്ടിലെ മണ്ണിൻ്റെ താഴെയാണ്. ഇവർക്ക് മനസ്സിലായി നമുക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല, പണമില്ല, സ്ഥാനമാനമോ അല്ല, സംഘടനയിൽ കിട്ടണമെന്നോ ഒന്നുമില്ല. ഇവിടെ ഈ കുട്ടികളെ നാശാക്കിയ നാട് നാശാവും. മറ്റൊരു പണ്ടേ പിത്തിനെ കൊള്ളിയാളല്ലേ. 1921 നാട്ടുകാരെ ചൂടാക്കിയിട്ട് ഇവിടെ ലഹള ഉണ്ടായപ്പോൾ പാഞ്ഞു പോയ അമുക്ക് കാക്കയല്ലേ കെ മൗലവി. എത്ര ചരിത്രത്തിലാണ് എഴുതിയത്, എത്ര പുസ്തകത്തിലുണ്ട്. ഒളിച്ച് പാഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെ ബ്രിട്ടീഷുകാർ കൊന്നു, അയാൾ പാഞ്ഞു തമിഴ്നാട്ടിൽ. പിന്നെ അയാൾ വന്നിട്ട് ഇവിടെ ഐക്യസംഘം ഉണ്ടാക്കി. ആ ഐക്യസംഘമാണ് പിന്നെ എന്താക്കി മാറ്റിയത്? 1924 എന്താക്കി മാറ്റിയത്? കേരള ജമിയത്തുൽ ഉലമ. അത് ഉണ്ടാക്കിയതാരാ? കെ മൗലവി. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന്റെ കുത്തിത്തിരിപ്പ് സഹിക്കാൻ വയ്യാതെയാണ് 24 ഉണ്ടാക്കിയിട്ടുണ്ട് കേരള ജമിയത്തുൽ ഉലമ. ആരുണ്ടാക്കിയ? കെ മൗലവി. എന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് സഹിക്കാൻ വയ്യാതെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരക്കൽ മുല്ലക്കോത്തങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത്? 26 സമസ്ത. എന്തേ അവസ്ഥ ഉണ്ടാക്കിയത്? ഈ കെ മൗലവിന്റെ കുത്തിത്തിരിപ്പ് സഹിക്കാൻ വയ്യാതെ. ആരാതി കള്ളക്കാക്കല്ലേ ആള്?
അല്ല, അയാൾ നല്ലത് ചെയ്താണെങ്കിൽ സമസ്തയല്ലേ കുത്തിത്തിരിപ്പ്? അല്ല, ഞാൻ സമ്മതിക്കാം. ഈ ബുക്കിൽ പറയുമ്പോഴത്തെ നന്മയൊക്കെ ഇയാൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ തമ്മങ്ങന്മാര് പ്രകാശനം ചെയ്ത ഈ ഒരു കാക്കണ്ടല്ലോ, ആര്, കെ മൗലവി, ആ ബുക്കിൽ തങ്ങന്മാര് പ്രകാശനം ചെയ്ത ആ ബുക്കിൽ പറയുന്ന വിധത്തിൽ മഹത്വമുള്ള വ്യക്തി, ഒരു മഹത്തായ കർമ്മം ചെയ്ത് നടന്നൊരു വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിയുടെ മഹത്വത്തിനെതിരെ കുത്തിത്തിരിപ്പാക്കി ഉണ്ടാക്കിയതല്ലേ എന്ത് സമസ്ത? അപ്പൊ മുല്ലക്കയത്താണല്ലേ കുത്തിത്തിരിപ്പിന്റെ ആള്? നിങ്ങൾ രണ്ടു കൂടി പറയില്ലേ? നിങ്ങൾ ഇബ്ലീസും കുത്തിത്തിരിപ്പ്, ആദം നബിയും കുത്തിത്തിരിപ്പ്, അങ്ങനെ പറയരുത്. ഇബ്ലീസ് കുത്തിത്തിരിപ്പാണെങ്കിൽ ആദം നബി നല്ലോന്, ഇബ്ലീസ് നല്ലോണെങ്കിൽ ആദം നബി കുത്തിത്തിരിപ്പ്. തിരിഞ്ഞില്ല. ഇബ്ലീസും മാനാണ്, ആദം നബി അതടക്കൂല. മലബാറിൽ ഈ ലഹളക്ക് ജനങ്ങൾക്ക് എല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത് ഇവിടെ ഗ്രാമാന്തരങ്ങളിൽ ജനങ്ങളെ ചൂട് പിടിപ്പിച്ചിട്ട് ലഹള ഉണ്ടായപ്പോ തമിഴ്നാട്ടിലേക്ക് വാങ്ങു. ആര്? ഈ കക്ക. ചരിത്രം എവിടെയൊക്കെ എഴുതി വെച്ചു, എവിടെ എഴുതി വെക്കാത്ത? എന്നിട്ട് ലഹളയൊക്കെ അമർച്ച ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ വന്നു. പിന്നുണ്ടാക്കിയ ഐക്യസംഘം, ആ ഐക്യസംഘത്തിനാൽ പിന്നുണ്ടാക്കിയതാണ് എന്ത്? ആ ഐക്യസംഘം ഒരുമിച്ച് കൂടിയപ്പോൾ അതിനാൽ ഉരുത്തിരിഞ്ഞുണ്ടാക്കിയതാണ് എന്ത്? കേരള ജമിയത്തുൽ ഉലമ 924. അപ്പോൾ അതിന്റെ കുത്തിത്തിരിപ്പ് നാടാകെ സഹിക്കാൻ വയ്യാത്ത രൂപത്തിലായി. അപ്പോൾ ആ കുത്തിത്തിരിപ്പിനെതിരെ ഉണ്ടാക്കിയതാണ് എന്ത്? സമസ്ത. അപ്പോൾ 2 വകുപ്പഞ്ഞേനുള്ളൂ. ഒന്ന്, കെ മൗലവി കുത്തിത്തിരിപ്പാണ്, എന്നിട്ട് സമസ്ത നല്ലതായി ഉണ്ടാക്കി. അല്ലെങ്കിൽ കെ മൗലവി ഈ ബുക്ക് പറഞ്ഞതുപോലെ നല്ല മഹാനായിരുന്നു, അപ്പൊ മുല്ലക്കോയ തങ്ങൾ കുത്തിത്തിരിപ്പനാണ്. രണ്ടും കൂടി പറയല്ലേ? രണ്ടാലൊന്ന് പറയും. അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റാത്തൊരു സലാം ഉണ്ടെങ്കിൽ നേരത്തെ പറയണം. മറുപടി പറയാൻ പറ്റാത്തൊരു അസ്സലാമു അലൈക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പറയണം. നടക്കൂല. അതിൽ ഈ സാധുക്കളെ പറ്റിക്കാണ്. അവര് പാവങ്ങളാണ്, അവർ മുസ്തഫ റസൂലാണ്, അവർക്ക് ചതി അറിയൂല. അവർ മുസ്തഫ നബിന്റെ മക്കളാണ്. അവരൊക്കെ ചതിക്കുക, അവരൊക്കെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹിന്റെ ഹബീബിന്റെ പേരെ കുട്ടികളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അറിയണേ, അത് ദുനിയാവിലും അറിയും ആഖിറത്തിലും അറിയും. അതുകൊണ്ട് അതിന് കുറച്ച് ആളുകൾ, കുറച്ച് മൂല്യന്മാർ തലയിൽ കെട്ടി ഒപ്പിച്ച പറയാ. മൂല്യന്മാർക്ക് എന്താ ആവശ്യം? ഇതിനനുസരിച്ച് ഒപ്പിച്ചിരിക്കുന്ന കുറച്ച് മൂല്യന്മാരുണ്ട്. അവർക്ക് എന്താ ആവശ്യം? സ്ഥാനമാനം, പണം. ഞാനും കോയാൻ്റെ ആളാണ് അറിയാം. അതന്നെ അവരൊക്കെ കുടുങ്ങും. അടുത്തായത്തെന്താ? എന്താ? ഉലൈകല്ലദീന കഫറൂ ബി ആയാത്തി റബ്ബിഹിം. അവർ അള്ളാഹിന്റെ ആയത്തിനെ കൊണ്ട് കാഫിറായ ജനങ്ങളാണ്. ആരെ പറ്റി പറഞ്ഞ്? ഖവാരിജി പറഞ്ഞ മാപ്പിളാരെ പറ്റി. കാഫിർ എന്നല്ലേ എങ്ങായി പറഞ്ഞ്? ഇവരാരാ? ഇവർ കാഫിറുടെ എങ്ങായി ഒലിഖാഇഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന വിഷയത്തിലും അവർ കാഫിറാണ്. ഫഹബിത്തത്ത് അഅ്മാലുഹും, അവരെ അമൽ അള്ളാഹ് പൊളിച്ചിട്ടുണ്ട്. ഫലാ നുഖീമു ലഹും, അവർക്ക് നാം നിർത്തുകയില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ വസ്നൻ, ഒരു തൂക്കവും. മീസാനിലൊക്കെ അമൽ കയറ്റേനല്ല, പച്ച മലയാളം പോലെ എങ്ങനെ പറഞ്ഞ്? ഫലാ നുഖീമു ലഹും, അവർക്ക് നാം നിർത്തുകയില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്തിൽ വസ്നൻ, ഒരു തൂക്കം. അതായത് മീസാനിലേക്ക് പോലെ അമൽ കയറ്റനല്ല. വണ്ടി വിട്ടു പറയും. നമ്മൾ പൂളിയും ബായക്കും നീന്തറാക്കും കൊണ്ടും മലഞ്ചരക്കിന്റെ കടന്റെ മുന്നിൽ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഓനെന്ത് പറഞ്ഞു? ഇവിടെ എന്റെ സാധനം വേണ്ട പറഞ്ഞാൽ കഴിഞ്ഞില്ല. 1 കിലോ നോക്കിയാ അതിന്റെ പൈസ കിട്ടും. അതിനെന്തില്ല? 10 ലാട്ട് കണക്കിന് കൊണ്ടുപോയി. ഇത് വണ്ടി വലിയ ട്രെയിലർ നിറച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തില്ല? ഇവരെ കയ്യിൽ എന്തില്ലാത്തല്ല, അമലുണ്ട്. പക്ഷെ ആ അമൽ അള്ളാഹ് ദുനിയാവ് തന്നെ പൊളിച്ചിട്ടുണ്ട്. ഇനി അവിടെ മീസാനിലേക്ക് അത് മനസ്സിലായില്ല. മീസാനില് കനം കുറഞ്ഞില്ലേ നോക്കൂല. കനം കുറഞ്ഞോ നോക്കണമെങ്കിൽ ആദ്യം എന്താകണം? തൂക്കണ്ടേ? ഇതെന്താവൂല. ഇവരെ അമൽ അള്ളാഹു തആല തൂക്കൂലെന്നല്ലേ പച്ച മലയാളം പോലെ ഇവിടെ പറഞ്ഞ്. ഇതാരെ പറ്റി അറിഞ്ഞായത്താ? ഖവാരിജ്. എന്താ പോലെ പ്രശ്നം? അലിക്കെതിരായി. എന്റെ സ്തഫാനബിന്റെ കരളാണത്. എനിക്ക് വലിയ ആളെന്നടാലി, എനിക്ക് വലിയ ആളാലി. എനിക്ക് നിങ്ങളോട് നല്ലല്ലേ ചെലവ്? എനിക്ക് വലിയ ആളാലി, എനിക്ക് വലിയ ആളാലി. അലി റളിയല്ലാഹു എനിക്ക് വലിയ ആൾ തന്നെയാണ്. അത് മുസ്തഫ നബി വലിയ ആളായതുകൊണ്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ റസൂലുള്ളാഹിൻ്റെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ബഗ്ദാദിൽ പോയിട്ട് കൂഫയിൽ പോയി അലിയുള്ളാഹുവിൻ്റെ മക്കബറിൽ പോയി കേസ് കൊടുക്കല. ഒക്കെ എനിക്ക് പരിഹരിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ആൾ അലിയാണ്. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹിൻ്റെ ഫാത്തിമ ബീവിൻ്റെ ഭർത്താവാണ്. റസൂലുള്ളാഹ് എൻ്റെ ആഹ എന്ന് പറഞ്ഞതാണ്. ഞാൻ റസൂലുള്ളാഹിനോട് പോലും പറയേണ്ട പല കാര്യങ്ങളും അലിയുള്ളാഹിനോട് പോയി പറയും. റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി പറയാൻ മാത്രം ഞാനില്ല. അലിയുള്ളാഹിൻ്റെ അടുത്ത് ഉണ്ടായിട്ടല്ല. ശരിക്കും അവരെ ഭയങ്കര ഇഷ്ടം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യം പരിഹരിക്കാത്ത സംഭവം എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ എന്തൊരു കാര്യം അലിയുള്ളാഹിനോട് പോയി പറഞ്ഞാലും ആ കാര്യം പരിഹരിച്ചില്ല. എന്തു പറഞ്ഞാലും കരഞ്ഞ് കണ്ണ് കാണാൻ കഴിയാതെ ഞാൻ അല്ലാത്ത ഒരു യാത്രയും എനിക്ക് അലിയുള്ളാഹിൻ്റെ മക്കബറയിലില്ല. അവിടെ പോകുമ്പോൾ ഒരു ബോധം പോകും. എന്തുകൊണ്ട്? എനിക്ക് അത്രയും വലിയ ആളാണ് അവർ. അതെന്തുകൊണ്ട്? റസൂലുള്ളാഹ് അത്രയും വലിയ ആളായതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ വമല്ലം യകുൻ ലഹു അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിനിൻ. ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ അയാൾ മുഅ്മിനല്ല. റസൂലുള്ളാഹ് എന്താണ്? ഒരാൾക്ക് അലി ഇബ്നു അബീ ത്വാലിബ് നേതാവല്ലെങ്കിൽ അയാൾ ആരല്ല? മുഅ്മിനല്ല. അതുകൊണ്ട് അവരോടൊക്കെ അലിയുടെ മക്കളതൊക്കെ ഈ പാണക്കടത്ത് കുട്ടികളും ഈ ജിഫിരി തങ്ങന്മാരും ഈ ബുഖാരി തങ്ങന്മാരും ഈ ഹാദി തങ്ങന്മാരും സഖാഫ് കബീലക്കാരും ഇതൊക്കെ റസൂലുള്ളാഹിന്റെ കുട്ടികളാണ്. ആ കുട്ടികൾ ഒരാളെപ്പോലും നിസ്സാരപ്പെടുത്താനും പാടില്ല. ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കുട്ടികളാണ്. ഇന്ന് അവരൊക്കെ പിന്നാലെ കൂടുന്ന പല ആളുകൾക്കും ദുന്യവ്യായ ലക്ഷ്യമാണ്. ജനങ്ങളെ പേപ്പിക്കണം എന്ന ലക്ഷ്യം. അല്ലാഹു തആല പക്ഷേ നിങ്ങൾ കണ്ടോളൂ, ഇതൊക്കെ അവർ മലർന്നടിച്ചു വീഴും. അതൊക്കെ മലർന്നടിച്ചു വീഴും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ.